അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ. ത്രികോണഭാഗം. ഈ വരച്ചിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ പേര് ABC. ഇതിന്റെ ഹൈറ്റ് ഇങ്ങോട്ട് വരച്ചിരിക്കുകയാണ്. ഹൈറ്റ് 4 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ താഴത്തെ ബേസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. AB is 6 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. അപ്പൊ ഇതിനെ ഹൈറ്റ് CP കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് ഇൻറ്റു B ഇൻറ്റു H അല്ലെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അതായത് ഇവിടെ B എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, H എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ആൻസർ വരുന്നത് 24 ഡിവൈഡ് ബൈ 2, അതായത് 12 സെന്റിമീറ്റർ സ്ക്വയർ, അതായത് 12 ചതുരശ്ര സെന്റിമീറ്റർ. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് കിട്ടിയത് 12 ചതുരശ്ര സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വര ഇപ്പം താഴേക്ക് വരച്ചിരിക്കുന്ന, സിയിൽ നിന്നും താഴേക്ക് വരച്ചിരിക്കുന്ന വര ഇതിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ, അതായത് മധ്യബിന്ദു എന്ന് പറയുമ്പോൾ AB എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ്, AB എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വരും? ഈ ലൈനെ കൃത്യമായിട്ട് എവിടെ? നടുക്ക് ഭാഗം, നടുക്ക് എവിടെ ആണ്? അവിടെയാണ് ഇതിന്റെ മിഡ് പോയിന്റ്. അപ്പൊ മിഡ് പോയിന്റ് മുകളിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ C എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈൻ ഇങ്ങനെയാവും. CP, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ തന്നെ, ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. അപ്പൊ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ഇവിടെ മിഡ് പോയിന്റിലേക്ക് വരച്ചപ്പോൾ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ നമ്മൾ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. ഒരു ട്രയാങ്കിൾ APCയും മറ്റൊരു ട്രയാങ്കിൾ BPC. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു വേറൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആണോ ഇല്ലയോ എന്ന് നോക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? മിഡ് പോയിന്റിലേക്ക് വരച്ചപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെയും 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് പരപ്പളവ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ APC ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4, ബേസ് 3, ഹൈറ്റ് H. ഇവിടെ കിട്ടിയത് 6 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 2 വരും. 3 ഇൻറ്റു 2 6 സെന്റിമീറ്റർ സ്ക്വയറിന് ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഈ അടുത്ത ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ BPC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു സെയിം ഹൈറ്റ് തന്നെ 3 ഇൻറ്റു 4. അപ്പൊ ആൻസർ കിട്ടുന്നത് 6 സെന്റിമീറ്റർ സ്ക്വയർ. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത് തുല്യമാണ്. നമ്മുടെ മൊത്തമുള്ള ട്രയാങ്കിൾസിന്റെ പകുതിയാണ് രണ്ട് ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ. അപ്പൊ ഈ മുഴുവൻ ആയിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതിയാണ് ഇപ്പം കിട്ടിയ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ. ഇതിന്റെ സൈഡ്സ് നോക്കിയാൽ എന്ത് മനസ്സിലാവും? സൈഡ് ബേസ് ആയിട്ട് വരുന്ന സൈഡ് 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ടാണ് എന്ത് കിട്ടിയത്? രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആയിട്ട് കിട്ടിയത്. അപ്പൊ എന്ത് പറയാം? ഈ ഏരിയയുടെ
ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ രണ്ട് ട്രയാങ്കിൾസിന്റെയും ലെങ്തിന്റെ റേഷ്യോയ്ക്ക് സെയിം ആണെന്ന് പറയാം. അതായത് ഇവിടെ ട്രയാങ്കിൾ എ പി എസ് സിയുടെ ഏരിയ എന്ന് പറയുന്നത് 6 cm² ആണ്. അതുപോലെ ഇവിടെ ബി പി സിയുടെ ഏരിയ എന്ന് പറയുന്നത് 6 cm² ആണ്. അപ്പൊ റേഷ്യോസ് ഓഫ് ട്രയാങ്കിൾ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. റേഷ്യോ ഓഫ് ട്രയാങ്കിൾസ്. റേഷ്യോ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 6 ആണ് കിട്ടിയത്. 6:6. രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത് 6 ആയിരുന്നു കിട്ടിയത്. അപ്പൊ 6:6. ഇതെന്ന് പറയുന്നത് 1:1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ലെങ്ത് എന്നുള്ളത് എങ്ങനെയായിരുന്നു കിട്ടിയത്? റേഷ്യോ പറയാമെങ്കിൽ സൈഡ്സിന്റെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് 3 cm ആയിരുന്നു. അപ്പോൾ 3:3. ഇവിടെ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1. ഇനി ഈ ട്രയാങ്കിളിനെ മറ്റേതെങ്കിലും രീതിയിൽ ഡിവൈഡ് ചെയ്താൽ എങ്ങനെയാവും നോക്കാം. ഈ ഒരു ട്രയാങ്കിളിനെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ മിഡ് പോയിന്റിലേക്ക് യോജിപ്പിക്കാതെ വെറുതെ ഇങ്ങോട്ടൊന്ന് യോജിപ്പിച്ചു. ഇവിടുത്തെ ലെങ്ത് 2 cm, ഇവിടുത്തെ ലെങ്ത് 4 cm ആയാൽ ഇതിന്റെ ഏരിയാസ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഹൈറ്റ് 4 cm തന്നെ. 6 cm എന്നുള്ളത് ഇവിടുത്തെ ചെറിയ ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 cm, വലിയ ട്രയാങ്കിളിന്റെ ബേസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 cm. അങ്ങനെയാണെങ്കിൽ ഏരിയ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി ഹാഫ് ഇൻറ്റു 2:4 എന്ന് വരും. ഹാഫ് ഇൻറ്റു 2:4. അതായത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 4 cm² എന്ന് കിട്ടും. അതായത് ഈ ഒരു ചെറിയ സ്മോളർ പാർട്ടിന്റെ, അതായത് ഈ സ്മോളർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 cm² എന്ന് കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കണം? വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി. ബി പി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ വരുന്നത്? ഹാഫ് ഇൻറ്റു 4:4. അതായത് ആൻസർ വരുന്നത് 8 cm². 8 cm². ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 8 cm². വലിയ പാർട്ടിന്റെ ഏരിയയും കിട്ടി. വലിയ പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് 8 എന്നും കിട്ടി. ചെറിയ പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി എന്ന് പറയുന്നത് 4 cm² എന്നും കിട്ടി. ഇവിടെ കിട്ടിയ ഏരിയാസും നമ്മളെടുത്ത ലെങ്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് സെയിം റേഷ്യോയിലാണോ എന്ന് നോക്കാം. ഇവിടുത്തെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2:4. അതായത് ഈ ഒരു ലൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 6 cm എന്ന് പറയുന്ന ഈ ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2:4 ആണ്. ഈ വര മുറിച്ചിരിക്കുന്നത് സി പി എന്ന് പറയുന്ന വര എ ബി എന്ന് പറയുന്ന വരയെ മുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 2:4. ഇപ്പൊ റേഷ്യോ എങ്ങനെ പറയാം? റേഷ്യോ ഓഫ് ലെങ്ത്, നീളങ്ങളുടെ അംശബന്ധം. ഈ നീളത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് എങ്ങനെ പറയാം? 2:4. പിന്നെ ചെറുതാക്കിയല്ല, അതായത് 1:2. 1:2 ആണ് ഇവിടെ നീളങ്ങളുടെ അംശബന്ധം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയയുടെ അംശബന്ധം എന്ന് പറയാം.
റേഷ്യോ ഓഫ് ഏരിയാസ്. റേഷ്യോ ഓഫ് ഏരിയ അതായത് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ അംശബന്ധം. ആദ്യമേ നീളത്തിന്റെ അംശബന്ധം, അതുപോലെ പരപ്പളവിന്റെ അംശബന്ധം എന്താണെന്ന് നോക്കാം. പരപ്പളവ് എന്ന് പറയുന്നത് കിട്ടിയത് 4 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഒരെണ്ണം കിട്ടിയത്. വലുതിന്റെ കിട്ടിയത് ലാർജർ ട്രയാങ്കിളിന്റെ കിട്ടിയത് 8 സെന്റിമീറ്റർ സ്ക്വയർ. 4:8 എന്നുള്ള റേഷ്യോയിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ ഇതിനെ എങ്ങനെ എഴുതാം? 1:2. ഇപ്പൊ റേഷ്യോ ഓഫ് ലെങ്തും റേഷ്യോ ഓഫ് ഏരിയയും സെയിം ആയിട്ട് കിട്ടി. ഇപ്പൊ റേഷ്യോ ഓഫ് ലെങ്ത് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഏരിയ. ഇപ്പൊ റേഷ്യോ ഓഫ് ലെങ്തും റേഷ്യോ ഓഫ് ഏരിയയും ഇവിടെ രണ്ടും സെയിം ആയിട്ടാണ് കിട്ടിയത്. ഇപ്പൊ എങ്ങനെ എടുത്താലും, അതായത് ഈ ലൈൻ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ താഴത്തെ ബേസിനെയും ഇതിന്റെ ട്രയാങ്കിളിന്റെ ഏരിയയെയും സെയിം റേഷ്യോയിലാണ് ഭാഗിക്കുന്നത്. അതായത് ഈ രണ്ട് ത്രികോണത്തിന്റെയും ഏരിയയുടെ അംശബന്ധവും ഏരിയയുടെ റേഷ്യോയും അതിന്റെ ബേസിന്റെ റേഷ്യോയും, അതായത് ബേസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്, താഴത്തെ ലെങ്തിന്റെ റേഷ്യോയും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരെണ്ണം നമുക്ക് നോക്കാം. ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ലൈൻ താഴത്തെ ലൈനെ വേറെ അംശബന്ധത്തിലായ, അപ്പം പറഞ്ഞത് 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിലാവുകയാണെങ്കിൽ ഉള്ളതാണ് ഇപ്പം കിട്ടിയത്. നമുക്കിതിനെ വേറെ അംശബന്ധത്തിലാക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ട്രയാങ്കിളിനെ 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ആയാൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇത് തന്നെ 2:3 എടുത്താൽ ശരിയാകുമോ എന്ന് നോക്കാം. ഇപ്പം ചെയ്തതുപോലെ തന്നെ ത്രികോണത്തിന്റെ ലെങ്തിന്റെ റേഷ്യോ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 2:3 ആയാൽ ശരിയാകുമോ എന്ന് നോക്കാം. അപ്പൊ റേഷ്യോ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 2:3 എന്ന് എടുത്താൽ എന്ത് വരണം? അതിന്റെ ഏരിയയുടെ റേഷ്യോയും 2:3 തന്നെ കിട്ടണം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. റേഷ്യോ എടുക്കേണ്ടത്, ലെങ്തിന്റെ റേഷ്യോ എടുക്കേണ്ടത് 2:3 ആണെങ്കിൽ, അപ്പൊ ഈ ലൈൻ ഇങ്ങോട്ട് വരുന്നത് 2:3 എന്നുള്ള റേഷ്യോയിൽ വേണം ഇവിടുത്തെ ലെങ്ത് കിട്ടാനായിട്ട്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ട്രയാങ്കിൾ ABC എന്ന് പേര് കൊടുത്താൽ ഹൈറ്റ് 4 സെന്റിമീറ്റർ. ഇവിടുത്തെ രണ്ട് ലെങ്ത് എത്ര ആണെന്ന് നോക്കാം. ഇതിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് 2:3 ആണെങ്കിൽ, അപ്പൊ ലെങ്ത് ഓഫ് AP, ഇപ്പൊ AP-യുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? എങ്ങനെയാണ് ചെയ്യുന്നത്? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് 2:3 ആണ്. അപ്പൊ ഒരെണ്ണം എത്ര വരുമെന്ന് നോക്കാം. AP, അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ? 5, ടോട്ടൽ എന്ന് പറയുന്നത് 5 ആണ്. അന്നേരം ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ് ഫസ്റ്റിലത്തിന്റെ. അപ്പം 2/5 into 6, 2/5 into 6 അതാണ് AP-യുടെ ലെങ്ത്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എഴുതുക. ലെങ്ത് ഓഫ് AP എന്ന് പറയുന്നത് 2/5 into 6. അടുത്തതെന്ന് പറയുന്നത് BP. അപ്പൊ ലെങ്ത് ഓഫ് BP എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ പറഞ്ഞാല് 3/5 into 6. അപ്പൊ 3/5 into 6 അതും അതുപോലെ തന്നെ എഴുതുക. അപ്പൊ ലെങ്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ് അല്ലേ? അത് നമ്മൾ ഈ രീതിയിൽ എഴുതി. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2/5 into 6ഉം ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് BP-യുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3/5 into 6. ഇത് സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ ഇങ്ങനെ തന്നെ എഴുതുക. അടുത്തത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ സൈഡ്സിന്റെ ലെങ്ത് കിട്ടി, ബേസിന്റെ ലെങ്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ, ഇവിടെ ഒരു സ്മോൾ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ലാർജ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ APC കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് ട്രയാങ്കിൾ BPC കണ്ടുപിടിക്കണം. അപ്പൊ ഈ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് ആദ്യം കണ്ടുപിടിക്കാം. അതായത് ഏരിയ ഓഫ്
ട്രയാങ്കിൾ എ പി സി, ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് അതെന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എ പി എന്ന് പറയുന്നത് എത്രയാണ് 2/5 ഇൻറ്റു 6, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് 4 സെന്റിമീറ്റർ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 വരും, അതായത് ഹാഫ് പോയി കഴിയുമ്പോൾ 2/5 ഇൻറ്റു 6 ഇൻറ്റു 2 അല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് 2ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 4 ഇൻറ്റു സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെന്നില്ല, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 2/5 ഇൻറ്റു 12, 6 ഇൻറ്റു 2 12. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി പി സി കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ബി പി സി, അതായത് ഈ ലാർജർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു ബി പി എന്ന് പറയുന്ന ബേസ് എന്ന് പറയുന്നത് 3/5 ഇൻറ്റു 6, ഹൈറ്റ് എന്ന് പറയുന്നത് 4. അങ്ങനെ വരുമ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതുപോലെ തന്നെ എഴുതാം, 3/5 ഇൻറ്റു 12. ഇവിടെ 2/5 ഇൻറ്റു 12 എന്ന് കിട്ടി, ഇവിടെ 3/5 ഇൻറ്റു 12 എന്ന് കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്താണ്ട സൗകര്യത്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ 12ഉം 5ഉം നമുക്ക് ഇവിടെ ഉണ്ട്, 12ഉം 5ഉം. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ആൻസർ കിട്ടും? ചെറിയതിന്റെ ഇവിടെ വരും 2, ഇവിടെ വലുതിന്റെ ഇവിടെ വരും 3. അപ്പൊ രണ്ടും കൂടെ റേഷ്യോ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? റേഷ്യോ ഓഫ് ഏരിയ എന്ന് പറയുന്നത് 2:3, അതായത് 2/5 ഇൻറ്റു 12 ഈസ് ടു 3/5 ഇൻറ്റു 12. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലഘൂകരിക്കുമ്പോൾ ഒരേപോലുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ 2:3. ആ ലെങ്തിന്റെ റേഷ്യോ തന്നെ കിട്ടി നമുക്ക് ഏരിയയുടെ റേഷ്യോ. അപ്പൊ ഇതിന്റെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോ എടുക്കുന്നത് തന്നെ ആയിരിക്കും ഇതിന്റെ ഏരിയയുടെ റേഷ്യോ. അപ്പൊ ഈ പാദത്തിന്റെ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും ഈ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ അംശബന്ധം. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ത്രികോണത്തിന്റെ ഏത് മൂലയിൽ നിന്നും വരയ്ക്കുന്ന വര ഈ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളത്തെ പരപ്പളവിനെയും എങ്ങനെയാണ് ഭാഗിക്കുന്നത്? ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലീഷ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എ ലൈൻ ഫ്രം ദ vertex of a triangle divides the length of the opposite side and the area of a triangle in the same ratio. ഇപ്പൊ പുസ്തകത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ചെയ്യാനുള്ളത്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ പിക്ചർ ബിലോ 19ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ 1, നമ്പർ 1, 2 lines are drawn from the top vertex of a triangle to the opposite side. അതായത് ചിത്രത്തില് മുകളിലത്തെ മൂലയിൽ നിന്നും 2 വരകളാണ് വരച്ചിരിക്കുന്നത്. താഴത്തെ വരയിലേക്ക് ബോട്ടത്തിലെ ലൈനിലേക്ക് ഈ ചിത്രത്തില് 2 വരകളാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ത്രികോണമായി? 3 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻസ് ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഈസ് ഈക്വൽ ടു ദ ഏരിയാസ് ഓഫ് ദ 3 സ്മോളർ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ. ഇപ്പൊ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ ബോട്ടം സൈഡിൽ വരുന്ന ലെങ്ത് അതെന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതിന്റെ റേഷ്യോ, ഇതിന്റെ ലെങ്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ ഓരോ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടെത്തിയാൽ അതിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. പ്രൂവ് ദാറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻസ് ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ലൈൻസ് ഓഫ് ദീസ് സ്മോളർ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ.
അപ്പൊ ഈ ട്രയാങ്കിൾസിന്റെ ഒന്നും തന്നിട്ടില്ല, ഇതിന്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല, ഹൈറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എടുക്കുക ലെങ്ത് എക്സ് വൈ ഇസഡ്, അതായത് താഴത്തെ ബോട്ടത്തിന്റെ ലെങ്ത്, ഓരോ ട്രയാങ്കിളിന്റെയും ബോട്ടം താഴത്തെ വശത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് എന്ന് എടുക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണല്ലോ, മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് എപ്പോഴും സെയിം ആയി. ഹൈറ്റ് എപ്പോഴും എച്ച് എന്ന് എടുക്കുക, ഹൈറ്റ് എച്ച്. അങ്ങനെയാണെങ്കിൽ താഴത്തെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോ എങ്ങനെ എഴുതാം? 3 ലെങ്ത് ഉണ്ട്. അപ്പൊ ഈ ലെങ്ത് തമ്മിലുള്ള റേഷ്യോ, ലെങ്ത് എങ്ങനെ എഴുതാം? റേഷ്യോ ഓഫ് ലെങ്ത്. അപ്പൊ റേഷ്യോ ഓഫ് ലെങ്ത് എങ്ങനെ എഴുതാം? ഈ തന്നിരിക്കുന്ന പേര് തന്നെ കൊടുത്തെഴുതുക, എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. അപ്പൊ റേഷ്യോ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. ഇനി ഏരിയ ആയിട്ട് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ ഓരോ ട്രയാങ്കിളിന്റെയും കണ്ടുപിടിക്കണ്ട, ഓരോ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കും. അപ്പൊ ഫസ്റ്റ് ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം, പേര് കൊടുക്കുക ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, തേർഡ് ട്രയാങ്കിൾ എന്ന് കൊടുക്കുക പേര്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ, അതായത് ഹാഫ് ഇൻറ്റു ബേസ് എക്സ് എന്ന് കൊടുത്തു, ഹൈറ്റ് എച്ച് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്, ഹാഫ് എക്സ് എച്ച്, ഹാഫ് എക്സ് എച്ച് എന്ന ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ വരും? ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ, അതായത് പരപ്പളവ്, രണ്ടാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ്. എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് വൈ ആയി. അപ്പം അതിന്റെ പാദത്തിന്റെ നീളം എന്ന് പറയുന്നത് വൈ എന്ന് എടുത്തു, ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എച്ച്, അതായത് ഹാഫ് വൈ എച്ച്. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണം കൂടെ ഉണ്ട്, അതിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് തേർഡ് ട്രയാങ്കിൾ, തേർഡ് ട്രയാങ്കിൾ എങ്ങനെ കിട്ടും? ഹാഫ് ഇൻറ്റു, ഇതുപോലെ എഴുതാമെങ്കിൽ ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എച്ച്, അതായത് ഹാഫ് ഇൻറ്റു ഇസഡ് ഇൻറ്റു എച്ച്, അതായത് ഹാഫ് ഇൻറ്റു ഇസഡ് എച്ച് എന്ന് കിട്ടും. ഇപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും കിട്ടി, മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾസിന്റെ ഏരിയ ആയിട്ട് റേഷ്യോ എഴുതാം. റേഷ്യോ ഓഫ് ട്രയാങ്കിൾസ്, റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്. അപ്പൊ ഏരിയാസിന്റെ അതിന്റെ റേഷ്യോ എഴുതിയാൽ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു, ഒന്നാമത്തേത് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്, അടുത്തതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എച്ച്, അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഹാഫ് ഇൻറ്റു ഈസ്റ്റു ഇട്ടിട്ട് ഹാഫ് ഇൻറ്റു ഇസഡ് ഇൻറ്റു എച്ച്. അപ്പൊ 3 റേഷ്യോയും എഴുതി, ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഇൻറ്റു എച്ച്. അപ്പൊ ഇവിടെ ഓരോന്നിനും ഓരോ ലെങ്തിനെയും, താഴത്തെ ഓരോ ലെങ്തിനെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്? ഇവിടെ ഓരോന്നിലും ഹാഫ് ഇൻറ്റു എച്ച്, ഇവിടെ എല്ലാത്തിലും ഹാഫ് ഇൻറ്റു എച്ച് ഉണ്ട് അല്ലെ, ഹാഫ് ഇൻറ്റു എച്ച്. അപ്പൊ ഈ ഹാഫ് ഇൻറ്റു എച്ചിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് എക്സ് വൈ ഇസഡ്. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ലെങ്ത് കൊണ്ട് ഹാഫ് ഇൻറ്റു എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് പറയാം? ഇതിന്റെ റേഷ്യോയും എന്ത് തന്നെയാണ്? ഇത് ലഘൂകരിച്ചാൽ, ഇത് ഇവിടെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ലഘൂകരിച്ചാൽ എന്ത് കിട്ടും? എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. അപ്പൊ ഇവിടെ ലെങ്തിന്റെ റേഷ്യോ ആയിട്ട് തന്നെ കിട്ടിയില്ലേ, ഏരിയ ഓഫ് ട്രയാങ്കിൾസിന്റെ റേഷ്യോയും. റേഷ്യോ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് ആയിരുന്നു. റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്ത് കിട്ടി? എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് തെളിയിച്ചു. പ്രൂവ് ദ റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻസ് ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ഈസ് ഈക്വൽ ടു the ratio of area of 3 smaller triangles.
ഈ ലൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്ന താഴത്തെ ലൈനെ ഏത് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണ് ഈ ട്രയാങ്കിൾസിന്റെ ഏരിയയെ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എ ലൈൻ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് the length of the opposite side and the area of a triangle in the same ratio. ഒരു ത്രികോണത്തിന്റെ എതിർവശത്ത് നിന്ന് വരയ്ക്കുന്ന വര ആ ത്രികോണത്തിന്റെ താഴത്തെ ലെങ്തിനെയും അതിന്റെ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യനുകൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി അയച്ചു തരിക. ഓക്കെ.